ഓരോ നിമിഷവും നമ്മുടെ അവസാന നിമിഷമാണ്. ഈ ബോധമാണ് മമ്മയെ അവരുടെ സമ്പൂർണവും തികഞ്ഞതുമായ സ്റ്റേജിലേക്ക് ഉയർത്തിയത്. മമ്മ ശരീരം വിട്ടുപോയതിനു ശേഷം ശിവബാബ ബ്രഹ്മബാബയുടെ ശരീരത്തിലൂടെ സംസാരിച്ചു. മധുരമായ കുട്ടികളെ, എല്ലായ്പ്പോഴും ഭക്തിയുടെ പാതയിൽ സരസ്വതിയെ അവരുടെ യൗവന രൂപത്തിലാണ് കാണിച്ചിരിക്കുന്നത്. ബ്രഹ്മാവിനെ പോലെ സരസ്വതിയെ ഒരിക്കലും അവരുടെ വാർദ്ധക്യ അവസ്ഥയിൽ അവതരിപ്പിച്ചിട്ടില്ല. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ സ്മാരകത്തിന് പിന്നിലെ പ്രാധാന്യത്തെക്കുറിച്ച്? ഇതിനർത്ഥം നമ്മുടെ മമ്മ സരസ്വതിക്ക് സ്വന്തം പാർട്ട് ഭൗതിക ശരീരത്തിൽ ഇതുവരെ മാത്രമേ ഉള്ളൂ എന്നതാണ്. എന്നിരുന്നാലും അവർ ലോകമാതാവ് കൂടെയാണ്. അതിനാൽ സൂക്ഷ്മമായ രൂപത്തിൽ അവർ തങ്ങളുടെ പങ്ക് തുടർന്നുകൊണ്ടേയിരിക്കും. ശിവബാബയുടെ സന്ദേശത്തിനു ശേഷം മധുബനിലെ കുട്ടികൾ മമ്മയുടെ അന്ത്യകർമ്മങ്ങൾക്കുള്ള ഒരുക്കത്തിലായിരുന്നു. ഈ ദിവസങ്ങളിൽ എല്ലാവരും നിശബ്ദതയിലായിരുന്നു. മമ്മയോടുള്ള അഗാധമായ സ്നേഹത്തിൻ്റെ ശക്തിയാൽ അന്തരീക്ഷം നിറഞ്ഞു. അന്ത്യകർമ്മങ്ങൾക്കായി മമ്മയുടെ ഭൗതിക വേഷം ഒരുക്കുമ്പോൾ ബ്രഹ്മബാബ വളരെ സ്നേഹത്തോടെ കുട്ടികളെ ഓർമ്മിപ്പിച്ചു. നോക്കൂ കുട്ടികളെ, മമ്മ പൂർണ്ണമായും തികഞ്ഞ യോഗിയായിരുന്നു. ഈ ലോകത്ത് മറ്റാരും മമ്മയെപ്പോലെ ഇല്ല. മമ്മ രൂപം കൊണ്ടും അവരുടെ പാർട്ട് കൊണ്ടും അതുല്യയാണ്. അവർ ഒരിക്കലും അശുദ്ധിയെ തൊട്ടിട്ടില്ല. ആരും അവരെ അശുദ്ധമായ മനോഭാവത്തോടെയോ കാഴ്ചപ്പാടോടെയോ കണ്ടിട്ടില്ല. അതുകൊണ്ട് മമ്മയുടെ അന്ത്യകർമ്മങ്ങൾ നടക്കുമ്പോൾ നമ്മളും അത്തരമൊരു യോഗയുക്ത സ്ഥിതിയിൽ തുടരണം. താമര പോലെ ശുദ്ധവും ഹംസത്തെ പോലെ പരിശുദ്ധിയും ഉള്ളവർക്ക് മാത്രമേ ഈ അനുസ്മരണ ചടങ്ങുകളിൽ ഭാഗമാകാൻ കഴിയുകയുള്ളൂ. മമ്മയുടെ ഭൗതിക ശരീരം മനോഹരമായ പൂമാലകളാൽ അലങ്കരിച്ചിരുന്നു. മധുബനെ ചുറ്റിയതിനു ശേഷമാണ് ഭൗതിക ശരീരം എടുത്തത്. അവസാനം അത് ലക്ഷ്യസ്ഥാനത്ത് എത്തി. ഈ അവസാന രംഗം നിരീക്ഷിച്ചപ്പോൾ മമ്മയുടെ മുഴുവൻ യാത്രയുടെയും കാഴ്ചകൾ കൊണ്ട് നിരവധി കുട്ടികളുടെ ഹൃദയം നിറഞ്ഞു. ശുദ്ധവും സ്നേഹപൂർണവുമായ ഹൃദയത്തോടെ അവർ മമ്മയുടെ അവസാന രംഗത്തിന് സാക്ഷിയായി. മമ്മയുടെ ശരീരം ഇപ്പോൾ അഗ്നി സംരക്ഷണങ്ങളാൽ മൂടപ്പെട്ടിരിക്കുന്നത് എങ്ങനെയെന്ന് എല്ലാവരും കണ്ടു. അത്തരമൊരു ഉയർന്ന ആത്മാവിൻ്റെ ശരീരം ഇപ്പോൾ 5 ഘടകങ്ങളിലേക്ക് ലയിച്ചു. എല്ലാവരും മമ്മയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ചു. ഈ ദിവസത്തിനു ശേഷം ബ്രഹ്മബാബ യാഗത്തിൻ്റെ
മാതാവും പിതാവും ആയി വേഷമിട്ടു. ബാബയുടെ സാന്നിധ്യവും ഉപജീവനവും മമ്മയുടെ അസാന്നിധ്യം ഒരു കുട്ടിക്കും അനുഭവപ്പെടരുത് എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു നമ്മുടെ ആദിദേവൻ്റെയും ആദിദേവിയുടെയും ഡ്രാമയിലെ ഭാഗം.